നിന്റെ പാപങ്ങളെ അഗാധമായ സമുദ്രത്തിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതായത് all your sins I have thrown it into the deepest sea. No more fishing. മീഖ 7:18-20. മീഖായുടെ ബുക്കിൽ നിന്ന് 7-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 20 വരെയുള്ള വാക്യം. മീഖ എന്ന് പറയുന്നത് ഏകദേശം പഴയ നിയമത്തിലെ അവസാന കാലത്താകുമ്പോൾ ചെറിയ പ്രവാചകന്മാരാണ്. അവരെഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ മർമ്മമാണ്. ആ ഭാഗം ഞാനിപ്പം വായിക്കുന്നു. 7:18 തൊട്ട്. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ഒന്നുകൂടെ വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്തിരുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അതെ, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. എവിടെയാണ്? നദിയല്ല, വലിയ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞു. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിൻ്റെ വിശ്വസ്തത നീ യാക്കോബിനോടും നിൻ്റെ ദയ അബ്രഹാമിനോടും കാണിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവൻ നമ്മളെ ദൈവം വിളിച്ചു മാറ്റുകയാണ്. അതാ പറയുന്നത്. ശരിയാണ്, പലപ്പോഴും നമുക്ക് ദൈവത്തോട് അടുത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ പാപസ്വഭാവമാണ്. പാപസ്വഭാവം എന്ന് പറയുമ്പം ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാപലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാ? വെറും വെള്ളം, നല്ല വെള്ളം എടുത്തൊരു പാത്രത്തിനകത്ത് വെച്ചാൽ പോലും 5-8 ദിവസം കഴിയുമ്പോൾ അത് അഴുക്കാകും. ബിക്കോസ് കണ്ടാമിനേഷൻ എവരിവേ. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി പുറത്ത് വെക്കും, കുറച്ച് കഴിയുമ്പോൾ അത് പൂത്തഴുക്കായിപ്പോൾ. ഫലം നിറച്ച് മുന്തിരിവള്ളി നിൽക്കുകയാണ്, അത് സമയത്ത് പറിച്ചില്ലെങ്കിൽ അതും അഴുക്കായിപ്പോൾ. അത് തന്നെയാണ് നമ്മുടെ ജീവിതം. തരാത്ത ദൈവമല്ല, തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ തരുന്നൊരു ദൈവം. പക്ഷേ പറിക്കേണ്ട സമയത്ത് നീ, അതായത് കൃഷി ചെയ്യേണ്ടിയപ്പം കൃഷി ചെയ്യാനും വയലിൽ ഇറങ്ങേണ്ടിയപ്പം വയലിൽ ഇറങ്ങാനും ദൈവത്തിൻ്റെ ആത്മാവിൽ അവന് ജോലിക്കാരെ നിർത്തി കളപറിച്ച് കളയാനും അത് കഴിയുമ്പം വളമിടാനും വിളവെടുപ്പാനും ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുകയാണ്. അല്പത്തിൽ നീ വിശ്വസ്തനാണോ, അധികത്തിൽ അവൻ വിചാരകനാക്കും. നമ്മളെപ്പോഴും നമ്മുടെ പാപസ്വഭാവവും ബലഹീനതയും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആരോടെങ്കിലും, ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ളവരോടൊന്ന് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ, വചനം ഒന്ന് പറയാം. അയ്യോ, എനിക്ക് പ്രിപ്പയർ ചെയ്യാതെ പറയാൻ അറിഞ്ഞുകൂടാ. ഇത്ര പ്രായം 70 വയസ്സിന് മുകളിലായിട്ട് ഇപ്പോഴും പ്രിപ്പയർ ചെയ്താലേ വചനം പറയാനൊക്കത്തുള്ളെന്ന്. 1. 2, അയ്യോ എനിക്ക് ക്ഷീണമാണ്, എനിക്ക് അപ്പടി രോഗമാണ്. നേരത്തെ എന്താ പറയാൻ? ഞാൻ പറയും, തൻ്റെ മണവാളന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ മണവാളൻ വന്നാൽ ഞാൻ റെഡിയാണെന്ന് നമ്മളൊക്കെ വചനം പറഞ്ഞ് കേട്ടിട്ടുള്ളവരാണ്. നമ്മൾ പറയുന്നില്ലേ, മത്തായിയുടെ സുവിശേഷം 25 പറയുന്നുണ്ട്, ബുദ്ധിയുള്ള കന്യകമാർ. 10 കന്യകമാരുണ്ട്, അതിൽ 5 പേർ. നമ്മളെപ്പോഴും ഒരു നല്ല എല്ലാ സ്ത്രീ സമാജത്തിലും പ്രാർത്ഥനയ്ക്ക് കൂട്ടത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്കിറ്റ് കളിക്കും. ഇത് വെച്ച് 10 കന്യകമാർ, 5 പേരുടെ കയ്യിൽ എണ്ണയുണ്ട്, വിളക്കുണ്ട്. പക്ഷേ എണ്ണ തികയത്തില്ല. അവർ എണ്ണയും വിളക്കും വെളിച്ചവും കൊണ്ട് നടപ്പുണ്ട്, പക്ഷേ അവർക്ക് തികച്ചില്ല. പക്ഷേ വേറെ 5 പേരുടെ കയ്യിൽ എണ്ണയുണ്ട്, വിളക്കുണ്ട്, എന്നാൽ ധാരാളമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ ഒരു കൂട്ടർ, അതായത് ദൈവം വരുമെന്ന് ഇവർക്കറിയാം, അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ ധാരാളമായിട്ടുള്ള എണ്ണയുള്ളവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, എപ്പോഴും റെഡിയാണ്. മറ്റവരോ അത് എപ്പോഴേലും പോയി വാങ്ങിച്ചാൽ മതിയെന്നും പറഞ്ഞിരുന്നു. അവർ മണവാളൻ വരുന്നെന്ന് അറിയാറായപ്പോൾ, സമയമായപ്പോൾ അവർ നോക്കിയപ്പോൾ എണ്ണ തികയത്തില്ല. കാരണം ഇഷ്ടംപോലെ സംഹരിച്ചു വെച്ചിട്ടില്ല, നിൻ്റെ കലവറയിൽ നിറച്ചു വെച്ചിട്ടില്ല, നിൻ്റെ ഹൃദയത്തിൽ വചനം കൊണ്ട് നിറച്ചിട്ടില്ല, നീ ഉഴുതിട്ടില്ല, നിൻ്റെ വയലിൽ നല്ല വിളവ് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ? അപ്പം ഈ മണവാളൻ വരുന്ന ശബ്ദം കേൾക്കുമ്പം ഇവർക്ക് എണ്ണയില്ലാഞ്ഞിട്ട് ഇവർ വന്ന് ഈ ബുദ്ധിമതികളായ ധാരാളം എണ്ണയുള്ളവർ, അതായത് അഭിഷേകം കൊണ്ട് നിറഞ്ഞവർ, ഇവൻ പറയുന്നു, ശ്രദ്ധിക്കണേ, അഭിഷേകത്തിൻ്റെ പുഷ്ടി കൊണ്ടാണ് നുഖമൊടിക്കുന്നത്. അഭിഷേകം ഒരിക്കലും കുറഞ്ഞു പോകരുത്. അഭിഷേകം ഓവർഫ്ലോ ചെയ്യണം. അഭിഷേകം മുറിഞ്ഞു പോകരുത്. അഭിഷേകം സ്വർഗത്തിൽ നിന്ന് താഴോട്ടാണ് വീഴുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? നീതി
സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ മഴ പോലെ നമ്മുടെ മേലോട്ട് ദൈവത്തിൻ്റെ അഭിഷേക തൈലം വീഴണം, എന്നാലല്ലേ അനുഗ്രഹം വരത്തുള്ളൂ. അപ്പം ഈ 5 കന്യകമാരുടെ അടുക്ക ചെന്ന് ഈ ബുദ്ധിയില്ലാത്തവർ ചോദിക്കുകയാണ്, അയ്യോ ഇപ്പം ഞങ്ങളുടെ എണ്ണ അങ്ങ് തീർന്നു പോകും, അതുകൊണ്ട് കുറച്ച് എണ്ണ നീ തരും. ചോദിച്ചതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്ത്രീകൾ എന്താ പറഞ്ഞത്? ബുദ്ധികൾ, ഞങ്ങൾ എണ്ണ തന്നാൽ നിങ്ങൾക്കും ഇല്ല ഞങ്ങൾക്കും ഇല്ലാത്ത അവസ്ഥ വരരുത്. അതും പിശാചിൻ്റെ ഒരു തന്ത്രമല്ലേ? പലരും കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീകൾ തന്നെയുള്ള വീടുകളിൽ ചില സ്ത്രീകൾ മറ്റുള്ളവർ കയറിച്ചു അവതാ പറഞ്ഞ് സങ്കടം പറഞ്ഞ് ആ സ്ത്രീകളുടെയിലുള്ള സ്വർണമോ അതിലുള്ള പൈസ എല്ലാം വീട്ടുകാരറിയാതെ എടുപ്പിച്ചുകൊണ്ട്, അങ്ങനെ അറിയാവുന്ന എത്ര പേരെ എനിക്കറിയാം. കാരണം എന്താ? രഹസ്യമായിട്ട് വന്ന് ദുഷ്ടൻ കട്ടെടുത്തുകൊണ്ട് പോവുക. അതൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ല. ദൈവം പറയുക, ഇനി ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. ഇനി 10 കന്യകരിൽ ദൈവം തക്ക സമയത്ത് മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവരെ വിളിച്ചുകൊണ്ട് പോയി. ബാക്കിയുള്ളവർ വന്നപ്പോൾ അവരും വിശ്വാസികളായിരുന്നു കേട്ടല്ലോ. ഓർക്കുക, ശ്രദ്ധിച്ചിരിക്കുക, ഉണർന്നിരിക്കുക. അകൃത്യം ക്ഷമിക്കും, തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് സമനാരുണ്ട്? ഈ ദൈവം ആരാണെന്ന് അനുഭവിച്ചിടണം. ദൈവം അടുത്തറിയണം. നമ്മളെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കണം. വചനത്തിൽ അല്ലെ പാട്ട് പാടാൻ കഴിയും, പാട്ടിൽ അല്ല നിൻ്റെ കഴിവ് ഏതിലാണ് അതിൽ നിറഞ്ഞു നിൽക്കണം. ദൈവം 10 താലന്തിന് കൊടുത്തവൻ ഇന്നത് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമായിരുന്നു. അത് വർദ്ധിപ്പിക്കണമെന്നേ ആഗ്രഹിച്ചുള്ളൂ ദൈവം. ഓർക്കണേ, അവൻ എന്നേക്കും കോപം, ദൈവത്തിന് കോപമില്ല ഇവിടെ. കോപം ദേഷ്യപ്പെടും ദൈവം. നമ്മൾ ദേഷ്യപ്പെടുത്തില്ലേ മക്കളോട്? നമുക്ക് അവകാശമില്ലേ? തിന്മ കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. പക്ഷെ ദയയിലല്ലോ അവൻ പ്രസാദിക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങളെ അവൻ ചവിട്ടിക്കളയും. പാമ്പിനെയും തേടിനെയും ചവിട്ടാൻ അധികാരം തന്നിട്ട് ഇപ്പോഴും നമ്മൾ നോക്കിയിരിക്കുക ആരെങ്കിലും വന്ന് ചവിട്ടണമെന്ന്. ചവിട്ടിയാൽ അവൻ ചത്തുപോകുന്ന ഉറപ്പ് വരണം. ചവിട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കണം. പാമ്പിനെയും തേളിനെയും ചവിട്ടും. നീ എൻ്റെ അകൃത്യങ്ങളെ അവൻ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഒരു വലിയ കല്ലും കൂടെ കെട്ടിവെച്ച് ഇന്ന് വരെയുള്ള പാപങ്ങൾ നമ്മുടെ തലമുറകളുടെ മേൽ, അതായത് ഈ കൊളോഷ്യൻസ് 2 പറയുന്നത് പോലെ നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, വെളിപ്പാടിൻ്റെ 12:10 പറയുന്നത് പോലെ വിശുദ്ധന്മാർക്ക് എതിരായിട്ടുള്ള ആരോപണം എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന പേപ്പർ കടച്ചിട്ട് വലിച്ച് കീറിയിട്ട് കർത്താവ് തീക്കാത്തിട്ട് കരിച്ചു കളയുന്നു. അതിന് നിൽക്കൂല. പുതിയൊരു അനുഭവം. അതാണ് ഈ വരണ്ട ദേശത്തേക്ക് കണ്ടിട്ടുണ്ട്. ഈ അടുത്തൊരു ദിവസം യൂട്യൂബിൽ കണ്ടാണ്, സൗദി അറേബ്യയിലൊക്കെ ഒരിക്കലും വെള്ളം വരാത്തിടത്തോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് വരും. അവർക്ക് തന്നെ അതിശയം. പക്ഷെ വെള്ളം വീണ് ഒരാഴ്ചയ്ക്ക് അവിടെ പച്ചിപ്പ് വരും. അവിടെ ആരും വിത്തൊന്നും ഇട്ടില്ല. അതാണ് അതിൻ്റെ അതിശയം. എല്ലായിടും ഫലപുഷ്ടിയാക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. അവൻ പറയുന്ന പുരാതന കാലം മുതൽ, ഇന്നൊന്നും തുടങ്ങിയതല്ല, നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിൻ്റെ വിശ്വസ്തത, അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. നീ യാക്കോബിനോടും നിൻ്റെ ദയ അബ്രഹാമിനോടും കാണും. ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഭവിക്കുന്ന ജനതയാണ് നമ്മൾ. ശരിയാണ്, പ്രയാസം നമ്മൾ ദൈവത്തോട് സംശയം പറയും, ദൈവത്തോട് ചിലപ്പോൾ സങ്കടം വരും. അതൊക്കെ ശരി, അതൊക്കെ മാനുഷ്യം, ദൈവത്തിന് മനസ്സിലാകും. പക്ഷെ ഒരിക്കലും നന്ദിയില്ലാത്ത ഹൃദയം ഉണ്ടാകരുത്. എനിക്ക് പ്രയാസം പറഞ്ഞ് ഞാൻ പറയും, അല്പം നേരത്തേക്ക് ഞാൻ മിണ്ടാതിരിക്കാൻ പോവുകയാണ്. ഇനി ആ പ്രശ്നം തീരുന്നിടം വരെ അല്പം നേരത്തെ, കാരണം നമ്മുടെ ഹൃദയത്തിൽ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ കോളിളക്കം പോലെ വരാൻ സാധ്യതയുണ്ട്. അന്നേരം ഒന്നും ആ ഒരു കൃപ ദൈവം ഇട്ട് തരണം. അറിയാമോ? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. നമ്മുടെ ഈ ക്രിക്കറ്റിനകത്തൊക്കെ ഇപ്പം തന്നെ ഈ വേൾഡ് കപ്പിൽ ജയിച്ച ജമൈമ എന്ന് പറയുന്ന കുട്ടിയൊക്കെ പറഞ്ഞിട്ടില്ലേ, പുറപ്പാടിൻ്റെ 14 മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയല്ലേ. ദൈവം പ്രവർത്തിക്കുന്നൊരു ദൈവമല്ലേ. ദൈവം നമുക്ക് വേണ്ടി എത്ര ചെങ്കടൽ മുറിച്ചു, എത്ര ജെറികോ മതിലുകൾ ഇടിച്ചു കളഞ്ഞു, എത്ര കാര്യങ്ങളിൽ ദുഃഖവും പ്രയാസവും നിരാശയുള്ളടുത്ത് മക്കളെ തൻ്റെ വൻകരം കൊണ്ട് സൂക്ഷിച്ച് അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് വീണ്ടും വീണ്ടും കഴുകി ശുദ്ധീകരിച്ച് പുതിയ വൃക്ഷമാക്കി നട്ടുകിളിപ്പിക്കുന്നവൻ. നട്ടവൻ ഞാനാണെങ്കിൽ അത് കിളിപ്പിച്ചിട്ടുക്കും. ദൂതാണ്, ഞാനാണ് വെച്ചിട്ടതെങ്കിൽ ഞാനത് കിളിപ്പിക്കും. അവൻ്റെ വിശ്വസ്തത നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ ഇടതും വലതും മുൻപും പിൻപും ദൈവദൂതന്മാരെ കൊണ്ട് കർത്താവ് നിർത്തി തന്നിരിക്കുകയാണ്. സങ്കീർത്തനം 34 പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നിൻ്റെ കഷ്ടങ്ങളിൽ നീ എന്നോട് ചോദിച്ചാൽ
നിനക്ക് എല്ലാത്തിനും ഞാൻ ഉത്തരം തരും. ഞാൻ യഹോവ എക്കാലത്തും എല്ലാ കാലത്തും, അത് നന്മയിലും തിന്മയിലും കഷ്ടത്തിലും ദുഃഖത്തിലും രോഗമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, അതാണ് പറയുന്നത്. എക്കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്ന എളിയവർ അത് കേട്ട് സന്തോഷിക്കും. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം. നേരത്തെ പറയുന്നത് എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം എന്നെ വിട്ടുവെച്ചു. പിന്നെ ഇതിനകത്താണ് ബാലസ്യങ്ങൾ ഇരവില്ലാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും കുറവ്. ഇതെല്ലാം 34. പിന്നെ പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പിന്നെയും പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എല്ലാറ്റും യഹോവ അവനെ വിടുവിക്കുന്നു. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ അകൃത്യങ്ങളെ അവൻ ക്ഷമിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ജീവനോടെ സൂക്ഷിച്ച് ആരോഗ്യമായിട്ട് തൻ്റെ കൃപയിൽ തൻ്റെ മഹത്വത്തിൽ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തുതി പറയാം. രാവിലെ തോറും നിൻ്റെ കൃപയുടെ നദി അങ്ങനെ ഒഴുകുകയാണ്. അതൊരിക്കലും മുറിഞ്ഞു പോകല്ലേ അപ്പച്ച, അത് നിന്ന് പോകരുത്. അത് നിൽക്കുന്ന എപ്പോഴാണ്? ഞങ്ങളിൽ അവിശ്വസ്തതയും ഞങ്ങളിൽ നന്ദിയില്ലാത്ത ഹൃദയം. നിന്നെ മറന്നുള്ള ജീവിതത്തിലേക്ക് പോകരുത്. ആരെങ്കിലും ഞങ്ങളുടെ എൻ്റെ പ്രാർത്ഥനയോ വചനമോ കേട്ടിട്ട് മാറി നിൽക്കുന്നെങ്കിൽ അവരുടെ മേൽ ഇത് അവരെ ഹണ്ടിങ് ഡൗൺ, അപ്പം കണ്ടുപിടിച്ച് അവരുടെ തലമേൽ ഒഴിക്കണം. ഇത് മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ ഇത് ചെന്ന് വീഴണം. ഭർത്താക്കന്മാരുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, സഹോദരി ഭാര്യമാരുടെ മേൽ ഇത് ചെന്ന് വീഴണം. ദൈവവചനം അയക്കുകയാണ് ഇതിൻ്റെ പുതപ്പ്. ഇതിൻ്റെ പുതപ്പ് ചെന്ന് വീണിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുഗ്രഹത്തിൻ്റെ കലവറ അവർ അനുഭവിക്കാനിടയാക്കണം. താക്കോല് കൊടുത്തിട്ടും തുറന്നെടുക്കാൻ അറിയാൻ വയ്യാത്ത മനുഷ്യർ, എൻ്റെ ജനതയെപ്പോലെ ബുദ്ധിയില്ലാത്തവരാരുണ്ട്? അയ്യോ, ബാശാൻ കുറ്റങ്ങളെ എന്ന് ദൈവം വിളിക്കുന്നുണ്ട്. എത്ര ദൈവം നന്മ ചെയ്താലും നന്മയായിട്ട് കാണാൻ വയ്യാത്തവണ്ണം ഒരു ദുഷ്ടാത്മാവ് ആ ഹൃദയത്തിൽ ഇരിക്കുന്നതിനെ പുറത്തോട്ടെടുത്തിട്ട് വെട്ടി മാറ്റി തീക്കുണ്ടത്തിനകത്തിട്ട് കരിച്ചിട്ട് പകരം ദൈവത്തിൻ്റെ വിശുദ്ധമായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നു. ഉൽപ്പത്തി 2:7 പറയുന്നത് പോലെ ദൈവം അവൻ്റെ മേൽ നിൻ്റെ ശ്വാസമൂതി. പുതിയ നിയമത്തിൽ യോഹന്നാനിൽ പറയുന്നത് പോലെ കാറ്റ് എവിടുന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. പരിശുദ്ധാത്മാവ് കാറ്റുപോലെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ കല്ലുപോലുള്ള ഹൃദയം മാറ്റി. നീ എസെക്കിയേലിൽ പറയുന്നുണ്ട്, ജെറമയായിൽ പറയുന്നു, കല്ലുപോലുള്ള ഹൃദയം മാറ്റി ഞാൻ മാംസളമാക്കും. നിത്യമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു, പക്ഷേ ഞാൻ നിന്നെ അമിത സ്നേഹത്തോടെ എന്നോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സമാധാനം, സമൃദ്ധി, അനുഗ്രഹം തലമുറ മേൽ അയച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.